സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6, 28, 29 തിരുവചനങ്ങൾ. അവർ യേശുവിനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രയെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28, 29 തിരുവചനങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മർത്യൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഇത് എല്ലാ യുഗങ്ങളിലും ജീവിച്ചിരുന്ന ഒരുപിടി മനുഷ്യരുടെ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം സാധിപ്പിക്കുവാനായിട്ട് വളരെയധികം പേർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. മുനിമാർ, മഹർഷിമാർ, മറ്റു ദൈവാന്വേഷികൾ. ഇത് ഒരു നീണ്ട പട്ടികയാണ്. അനേകർ സന്യാസനം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചാരികളായി ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ഉദ്ദേശം അഥവാ ലക്ഷ്യം ഒന്ന് മാത്രം: എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും? ഇതിനായി മർത്യൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഈ ഉദ്ദേശത്തോടെയാണ് വളരെയധികം പേർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നത്. തങ്ങളുടെ മക്കളെപ്പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കുരുതി കൊടുത്തവരുണ്ട്, അഥവാ രക്തസാക്ഷികളാക്കി തീർത്തിട്ടുണ്ട്. മറ്റനേകം നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, തീർത്ഥാടനങ്ങൾ അവരുടെ ആയുസ്സിൻ്റെ കഠിനാധ്വാന ഫലം മുഴുവൻ ചില ദൈവാലയങ്ങളിൽ ദൈവത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നിവേദിച്ചിട്ടുണ്ട്. ഈ പട്ടിക നീണ്ടുപോവുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ. ചില സ്ഥലങ്ങളിൽ ചെന്ന് മുട്ടിന്മേൽ ഇഴയുക, ഉരുളുക, എന്തെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം അവർ ചെയ്യുമ്പോൾ അവരുടെ അന്തരാത്മാവിലുള്ളത് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രിയ സ്നേഹിതരെ, സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ച് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാകൊണ്ട് ആ ദൈവം പറഞ്ഞു തന്നു എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതെന്ന്. നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ ഒരു കൂട്ടം പേർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരമായി യേശു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഇതാണ്: നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവം അയച്ച ദൈവപുത്രനിൽ അഥവാ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചാൽ അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാനിടയാവും. കേവലം ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. അതെ, നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും
നമുക്കുള്ളതെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിച്ചാലും നമ്മെ തന്നെ സമർപ്പിക്കാതെ, അഥവാ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. സർവശക്തനായ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ആമേൻ.